Hello all, welcome back to English class. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഒരു പോമാണ്. പോയത്തിൻ്റെ പേര് വേർ ദ മൈൻഡ് ഇസ് വിതൗട്ട് ഫിയർ. ഇത് എന്താ പറയുക, നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിനെ ആസ്പദമാക്കിയിട്ടുള്ളൊരു പോയമാണ്. അദ്ദേഹത്തിൻ്റെ കൺട്രിമാൻ എന്ന് പറയുന്നത് രവീന്ദ്രനാഥ ടാഗോർ അദ്ദേഹത്തിൻ്റെ രാജ്യത്ത്, അതായത് നമ്മുടെ ഇന്ത്യക്കാരുടെ അടുത്ത് അഡ്രസ്സ് ചെയ്യുന്ന ഒരു പോമാണ്. അതായത് അവരുടെ അടുത്ത് അഡ്രസ്സ് ചെയ്യാണ് അല്ലെങ്കിൽ ദൈവത്തിനോട് അദ്ദേഹം എന്താണ് പ്രാർത്ഥിക്കുകയാണ്. ഒരു ഭയഭക്തി ഇല്ലാത്ത, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അടിമത്വത്തിലല്ലാത്ത ഒരു എന്താ പറയുക, ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു രാജ്യത്തിൽ ജീവിക്കാൻ പറ്റുന്ന ഒരു ജനതയാവുക എന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹം എന്താണ് ഇവിടെ ഒരു പ്രാർത്ഥന പോലെ അഡ്രസ്സ് ചെയ്യുകയാണ് ഈ പോയത്തിലൂടെ ചെയ്യുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയ ഗീതാഞ്ജലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് ഒരു 130ഓളം വരുന്ന കവിതകളുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ചെറിയൊരു ഭാഗമാണിത്. അപ്പോൾ നമുക്കിതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സമ്മറി ഒന്ന് നോക്കാം. അതിന് മുന്നോടിയായിട്ട് അവിടെ നമുക്ക് തന്നെ വായിക്കുമ്പോൾ മനസ്സിലാവും. ദിസ് പോയം വാസ് റിട്ടൺ വെൻ ദ ബ്രിട്ടീഷ് റൂൾഡ് അവർ കൺട്രി. വി വേർ സ്ലേവ്സ് ടു എ ഫോറിൻ പവർ. Rabindranath Tagore, the great Indian nationalist and missionary, wanted India to awaken to a bright dawn of freedom for slavery and our own mental chains. അതായത് അദ്ദേഹം ഈ ഒരു കവിത എഴുതുന്നത്, അതായത് ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് അദ്ദേഹം ഈ ഒരു പോയം എഴുതുന്നതെന്നാണ് പറയുന്നത്. വി വർ സ്ലേവ് ടു എ ഫോറിൻ പവർ. നമ്മൾ വർഷങ്ങളോളം എന്താണ് നമ്മളൊരു അതായത് ഒരു പാശ്ചാത്യ ശക്തികളുടെ അടിമകളായിരുന്നു. അപ്പൊ അദ്ദേഹം എന്താണ്, ഈ രവീന്ദ്രനാഥ് ടാഗോർ എന്ന് പറയുന്നത് ഗ്രേറ്റ് ഇന്ത്യൻ നാഷണലിസ്റ്റ് ആൻഡ് മിഷണറി വാണ്ടഡ് ഇന്ത്യ ടു വേക്കൺ ടു ബ്രൈറ്റ് ഡോൺ ഓഫ് ഫ്രീഡം. അതായത് രവീന്ദ്രനാഥ് ടാഗോർ അദ്ദേഹം ഒരു എന്താ പറയുക, ഒരു വളരെ നാഷണലിസ്റ്റ് ആയിരുന്നു, എന്താ പറയുക, ഒരു രാജ്യസ്നേഹിയായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് ഒരു വലിയൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അതായത് ഈ സ്ലേവറിയിൽ നിന്ന്, ഈ അടിമത്തത്തിൽ നിന്നൊക്കെ മോചിച്ച് ഒരു നല്ല ഒരു സ്വതന്ത്രമായിട്ടുള്ള ഒരു രാജ്യം ഉണ്ടാവുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു വിഷൻ, അദ്ദേഹത്തിന്റെ ഒരു ആംബിഷൻ. അപ്പൊ അതിനു വേണ്ടി അദ്ദേഹം തന്റെ രാജ്യത്തുള്ള ജനങ്ങളെ, അതായത് ഇന്ത്യക്കാരോട് ചെയ്യുന്ന ഒരു അഡ്രസ്സാണ് ഈ ഒരു പോയം. അപ്പൊ നമുക്കത് നോക്കിയിട്ട് വരാം. വേർ ദ മൈൻഡ് ഇസ് വിതൗട്ട് ഫിയർ ആൻഡ് ദ ഹെഡ് ഇസ് ഹെൽഡ് ഹൈ, where knowledge is free, where the world has not been broken up into fragments by narrow domestic walls, where words come out of the depth of truth. അതായത് അദ്ദേഹം രവീന്ദ്രനാഥ ടാഗോർ തൻ്റെ രാജ്യത്തുള്ള ജനങ്ങളെടുത്ത് അഭിസംബോധന ചെയ്യാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുകയാണ്. അതായത് പേടിയില്ലാത്ത, എന്താ പറയുക, ആരെയും പേടിക്കാതെ, ആരുടെയും അടിമകളാവാത്ത ഒരു രാജ്യത്ത് ജീവിക്കാൻ, അവിടുത്തെ ജനങ്ങൾക്ക് തല ഉയർത്തി തങ്ങളുടെ രാജ്യത്ത് ജീവിക്കാൻ, ഒരു സ്വർഗം പോലെയാകുന്ന ഒരു രാജ്യത്ത് ജീവിക്കാൻ കഴിയണമെന്ന് അദ്ദേഹം ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ്. വേർ നോളജ് ഇസ് ഫ്രീ, അവിടെ അറിവ്, നോളജ് ഫ്രീ ആണ്. അവിടെ അറിവ് ഒരുപാട് അറിവുകളുണ്ട്. പിന്നെ വേർ ദ വേൾഡ് ഹാസ് നോട്ട് ബീൻ ബ്രോക്കൺ അപ്പ് ഇൻ ടു ഫ്രാഗ്മെന്റ്സ് ബൈ നാരോ ഡൊമസ്റ്റിക് വാൾസ്. അതായത് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിലുള്ള രാജ്യം, അല്ലെങ്കിൽ ഒരു ഫ്രീ ആയിട്ടുള്ള രാജ്യം, തൻ്റെ ജനതയ്ക്ക് തല ഉയർത്തി പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു രാജ്യത്ത് എങ്ങനെയായിരിക്കും? അവിടെ അതിർവരമ്പുകളില്ല, ഭാഷയുടെയോ ദേശത്തിൻ്റെയോ അതിർവരമ്പുകളില്ല. അവിടെ ഭാഷാടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ എന്താ പറയുക, നിറത്തിൻ്റെ അടിസ്ഥാനത്തിലോ വേറെ ഒരു രീതിയിലുള്ള അതിർവരമ്പുകളില്ലാതെ ജനങ്ങളെ വിഭജിക്കാത്ത രീതിയിലുള്ള ഒരു രാജ്യത്ത് ജീവിക്കാൻ കഴിയുക എന്നതാണ് അദ്ദേഹം സ്വപ്നം കാണുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത്. അവിടെ വേർഡ്സ് കം ഔട്ട് ഓഫ് ഫ്രം ദ ഡെപ്ത് ഓഫ് ട്രൂത്ത്. അവിടെ മനുഷ്യന്റെ മനസ്സിൽ നിന്ന്, സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ മനുഷ്യന്റെ മനസ്സിൽ നിന്ന് വരുന്നത് സത്യം മാത്രമാണ്. സത്യം ഉൾക്കൊണ്ട ഒരു ജനതയായിരിക്കും ഒരു സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്ത് ജീവിക്കുന്ന ജനത. അപ്പൊ അവരുടെ ഉള്ളിൽ സത്യം മാത്രമേ അവരുടെ ഉള്ളിൽ നിന്ന് വരുള്ളൂ. where tireless striving stretches the arms towards a perfection. അവർക്ക് അവിടെ തൻ്റെ രാജ്യത്ത് ഒരു പെർഫെക്ഷനോടുകൂടെ തല ഉയർത്തി നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാവുക. where the clear stream of reason has not lost its way into weary result and sand of dead habit. അവിടെ
ഇങ്ങനെയുള്ള ഒരു രാജ്യത്ത്, ഒരു ഫ്രീ ആയിട്ടുള്ള രാജ്യത്ത്, ഒരു അടിമയാവാത്ത ഒരു രാജ്യത്ത് എന്താണ് രാജ്യം എങ്ങനെയാണെന്ന് പറയുന്നത്, രാജ്യത്തെ ജനങ്ങൾ ഭയങ്കര പെർഫെക്ഷനിസ്റ്റ് ആയിരിക്കും. അവരുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും എന്തായിരിക്കും, സത്യമുള്ളതായിരിക്കും. പിന്നെ എന്താണ്, അവരുടെ മൈൻഡ് എന്ന് പറയുന്നത് എന്താണ്, ഒരു നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു അരുവി പോലെ, ഒരു നല്ല ഒഴുകുന്ന നല്ല ഫ്ലോയിൽ പോകുന്ന ഒരു അരുവി പോലെ ആയിരിക്കും അവരുടെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവുന്നത്. അവിടെ ഡെസേർട്ട് എന്താ, ഡെയറി ഡെസേർട്ട് ആൻഡ് ഓഫ് ഡെപ്ത് ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു മരുഭൂമി ആവാതെ, അവരുടെ മനസ്സൊരു മരുഭൂമി ആവാതെ എന്തായിരിക്കും, അവരുടെ മനസ്സ് ഒരു എന്താ പറയുക, നിറഞ്ഞ ഒരു അരുവി പോലെ ഒഴുകുന്നതായിരിക്കും. വേർ മൈൻഡ് ഈസ് ലെഡ് ഫോർവേഡ് ബൈ ദി ഇൻറ്റു എവർ വൈഡനിങ് ത്രൂ അൻ ആക്ഷൻ. അവർക്ക് എന്താണ്, അവരുടെ മനസ്സിൽ ഹേറ്റഡ്നെസ് ഒന്നുമില്ല, അവരുടെ മനസ്സ് ക്ലിയർ ആയിരിക്കും, അവർക്ക് അവിടെ ഫ്രീഡം ഉണ്ട്, അവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെയുള്ളൊരു രാജ്യത്ത് ജീവിക്കാൻ കഴിയുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിഷൻ. പിന്നെ എന്താണ് പറയുന്നത് അദ്ദേഹം, ഇൻറ്റു ദ ഹെവൻ ഓഫ് ഫ്രീഡം മൈ ഫാദർ ലെറ്റ് മൈ കൺട്രി അവൈക്ക്. എന്താണ്, ഇങ്ങനെയുള്ള ഒരു രാജ്യത്ത് ജീവിക്കാൻ, ഇൻറ്റു ദ ഹെവൻ ഓഫ് ഫ്രീഡം, അതായത് ഇതുപോലെ സ്വാതന്ത്ര്യമുള്ള ഒരു സ്വർഗമാകുന്ന, അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന്റെ സ്വർഗം അനുഭവിക്കാൻ പറ്റുന്ന ഒരു രാജ്യത്ത് ജീവിക്കാൻ കഴിയുക എന്നതാണ് എന്ത്, എൻ്റെ ഒരു വിഷൻ. എന്നാൽ അത് മൈ ഫാദർ ഉദ്ദേശിക്കുന്നത് ദൈവമാണ്, ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ്. ലെറ്റ് മൈ കൺട്രി അവേക്ക്, എന്താണ്, എൻ്റെ രാജ്യത്തെ ജനങ്ങളെ ഉണർത്താൻ സഹായിക്കൂ എന്നാണ് അദ്ദേഹം ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത്. ഇത്രയാണ് ഈ ഒരു പോയത്തിലുള്ള ഒരു സമ്മറി എന്ന് പറയുന്നത്. അതായത് വളരെ സിമ്പിളാണ്. അദ്ദേഹം രവീന്ദ്രനാഥ ടാഗോർ തൻ്റെ രാജ്യത്തുള്ള ജനങ്ങളെ അഡ്രസ്സ് ചെയ്യാണ് അല്ലെ, പേടിയില്ലാതെ എന്താണ്, ഒരു സ്വാതന്ത്ര്യത്തിന്റെ സ്വർഗം അനുഭവിക്കുന്ന ഒരു രാജ്യത്ത് ജീവിക്കുകയും അവിടെ ദേശത്തിൻ്റെയോ ഭാഷയുടെയോ അടിസ്ഥാനത്തിൽ വേർതിരിവ് കാണാതെ എല്ലാവരും സത്യം മാത്രം ഉൾക്കൊണ്ട് ആരെയും കൂസാതെ ഭയങ്കര ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ഒരു രാജ്യത്ത് ജീവിക്കാൻ പറ്റുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിഷൻ എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹം ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ്, ഇങ്ങനെയുള്ള ഒരു രാജ്യത്ത്, സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരു രാജ്യത്ത് തൻ്റെ ജനതയ്ക്ക് ജീവിക്കാൻ കഴിയട്ടെ, അല്ലെങ്കിൽ അവിടെ തല ഉയർത്തിപ്പിടിച്ച് ആരുടെയും അടിമയാവാതെ അവരെ അവിടെ ജീവിക്കാൻ പറ്റട്ടെ എന്നാണ് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിനോട്. അപ്പം സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അദ്ദേഹം ആഹ്വാനം ചെയ്യാണ് ജനങ്ങൾ. അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു പോയത്തിൽ. ഇത് ഞാൻ പറഞ്ഞല്ലോ, വളരെ സിമ്പിളാണ്. അദ്ദേഹം ജനങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നു, സ്വാതന്ത്ര്യമുള്ളൊരു രാജ്യത്ത് തല ഉയർത്തി പിടിക്കാൻ കഴിയണമെന്ന് അദ്ദേഹം ദൈവത്തിനോടും രാജ്യത്തെ ജനങ്ങളോടും പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. രാജ്യത്തെ ജനങ്ങളോട് പ്രാർത്ഥിക്കുക ഉദ്ദേശിക്കുന്ന അവരോട് അഡ്രസ്സ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു പോയത്തിലുള്ളത്. ഇനി നമുക്ക് ഇതിനങ്ങനെ ഒരു ഗ്രാമർ പോർഷനോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഇനി നമുക്ക് ഇതോടൊപ്പം തന്നെ നമ്മുടെ അടുത്ത ചാപ്റ്റർ വന്നിട്ട് ഒരു ചാപ്റ്ററും കൂടെ ഉണ്ട്. നമുക്ക് അത് 11th ചാപ്റ്റർ, അതും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇതും എന്താണ്, റീഡിങ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് ആണ്. റീഡിങ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വായനയും നമുക്ക് മനസ്സിലാകുന്ന രീതിയെയും ഉൾക്കൊള്ളാൻ, അല്ലെങ്കിൽ അത് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു ചാപ്റ്ററാണ്. അപ്പം നമുക്കതൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് വരാം. Girls in particular have no time for childhood. Much of the work that girls and younger children do is carried out in family, group, or domestic setting. This is rarely perceived as a labor. For example, the concept of child servitude implicitly excludes the domestic labor of girls, although this may be full-time work determined to development necessary for survival and equality is capable. അതായത് ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, റീസ്റ്റോറിങ് ചൈൽഡ്ഹുഡ്, അതായത് ചൈൽഡ്ഹുഡ്, അതായത് ചെറുപ്പകാലം, അതിനെ പറ്റിയിട്ടാണ് ഇവിടെ ഒരു ചെറിയൊരു എന്താ പറയുക, ചെറിയൊരു ഒരു കാഴ്ചപ്പാട്, ഈ എഴുത്തുകാരൻ്റെ ചെറിയ രീതിയിലൊരു കാഴ്ചപ്പാടാണ് ഇതിൽ പറയുന്നത്. എസ്പെഷ്യലി ഗേൾസ്, അതായത് ഗേൾസിനെ പർട്ടിക്കുലർ ഹാവ് നോ ടൈം ഫോർ ചൈൽഡ്ഹുഡ്. ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ, പെൺകുട്ടികൾക്ക് അവരുടെ കുട്ടിക്കാലം ആസ്വദിക്കാൻ മിക്കവാറും സമയം കിട്ടാറില്ല. കാര്യം എന്താണ്, മച്ച് ഓഫ് ദ വർക്ക് ദാറ്റ് ഗേൾസ് ആൻഡ് യങ്ങർ ചിൽഡ്രൻ ഡു ഇസ് ക്യാരീഡ് ഔട്ട് ഇൻ ഫാമിലി ഗ്രൂപ്പ് ഓഫ് ഡൊമസ്റ്റിക് സെറ്റിംഗ്. അതായത് ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ചെറുപ്പത്തിൽ തന്നെ പെൺകുട്ടികൾക്ക് അവരുടെ വീട്ടിലെ ജോലികളും അല്ലെങ്കിൽ അവരുടെ ഫാമിലീനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും വീട്ടിലെ ജോലികളും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരുന്നു. ദിസ് ഇസ് റയർലി പ്രൊസീഡ് ആസ് ലേബർ.
പക്ഷെ ഇതെന്താണ്, ഇതൊരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമുക്ക് എന്താ പറയുക, ഒരു ലേബർ ആണ്, ഒരു തൊഴിലാണ് എന്നാണ് പറയുന്നത്. ഒരു ഉദാഹരണമായിട്ട് ദ കൺസെപ്റ്റ് ഓഫ് ചൈൽഡ് സെർവിറ്റ്ഹുഡ് ഇംപ്ലിസിറ്റി എക്സ്ക്ലൂഡ് ദ ഡൊമസ്റ്റിക് ലേബർ ഓഫ് ഗേൾസ് ഓൾദോ ദിസ് മേ ബി ഫുൾ ടൈം വർക്ക്. ഇതിൽ പറയുന്നത് എന്താണ്, വീട്ടുജോലി ആണെങ്കിലും അത് എന്താണ്, അതൊരു ചൈൽഡ് ലേബർ ആണ് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ അതൊരു ഫുൾ ടൈം വർക്കാണ്. അതായത് ഒരു പെൺകുട്ടിക്ക് അവരുടെ കുട്ടിക്കാലം ആസ്വദിക്കാൻ കഴിയാതെ അവരെന്താണ് വീട്ടുകാര്യങ്ങളൊക്കെ നോക്കി അല്ലെങ്കിൽ വീട്ടിലെ ജോലികളൊക്കെ അവരുടെ മദറിനെ അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിയുന്ന ഒരു മിക്കവാറും ഒരുവിധം എല്ലാ പെൺകുട്ടികൾക്കും അവരുടെ ചൈൽഡ്ഹുഡ് അങ്ങനെയാണ് എന്നാണ് പറയുന്നത്. Perhaps this blindness to girls' work is because non-remunerative and nurturing tasks do not have a visible market value. അപ്പോൾ ഇതിൽ പറയാണ് ഈ ഒരു ജോലി എന്ന് പറയുന്നത് എന്താണ്, ബ്ലൈൻഡ്സ് ടു ഗേൾസ്, അതായത് ഇതിലേക്ക് ഗേൾസ്, ഇതിനെ ബ്ലൈൻഡ്സ് ടു ഗേൾസ് എന്ന് പറഞ്ഞാൽ എന്താ, ഗേൾസിനെ കണ്ണടക്കുകയാണെന്ന് പറഞ്ഞാൽ എന്താണ്, അവർക്ക് അതായത് ഒരു എന്താ പറയുക ശമ്പളമോ അല്ലെങ്കിൽ വേറൊരു ആനുകൂല്യങ്ങളോ ഒന്നും കിട്ടാതെ, ഒരു മാർക്കറ്റ് വാല്യൂ ഒന്നും ഇല്ലാതെ അല്ലേ, എന്താണ് ഒരു സാലറി ഒന്നും ഇല്ലാത്ത ഒരു ഫുൾ ടൈം ഒരു ജോലിയാണ് ഈ വീട്ടിലെ ജോലികൾ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. So while the exploitation of a boy working on gemstones in a small manufacturing unit in Jaipur is easily recognized, the equally hazardous work of girls cutting grass on precipitous mountain slope in Garhwal is ignored. അപ്പം അതിനൊരു ഉദാഹരണം പറയാണ്, അതായത് കുറച്ച് ആൺകുട്ടികൾ ഒരു അതായത് ഒരു മുത്തുകളോ അല്ലെങ്കിൽ പവിഴങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയിൽ മാനുഫാക്ചറിങ് യൂണിറ്റിൽ ജയ്പൂരിൽ എന്താണ് അവർ വർക്ക് ചെയ്യാണ്. അപ്പം അവരുടെ ജോലി ഹൈലി റെക്കഗ്നൈസ്ഡ് ആവുന്നുണ്ട്. അതെന്താണ്, അവർക്ക് ജോലിക്ക് ശമ്പളവും എല്ലാവരും അറിയപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതേപോലെ തന്നെ ചില പെൺകുട്ടികൾ അതായത് ചില മൗണ്ടെയിൻസ്, അതായത് പർവ്വതങ്ങളുടെ അടുത്തൊക്കെ പോയിട്ട് എന്താണ് ഗർഹാവൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് എന്താ പോയിട്ട് പറയുന്നത് കുറെ ഗ്രാസ് കട്ടിങ്ങും അങ്ങനെയുള്ള കുറെ ജോലികളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതെല്ലാവരും എന്താണ് ഇഗ്നർ ചെയ്യാണ്. അപ്പം ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ ആൺകുട്ടികൾ ചെയ്യുന്ന ജോലിക്ക് സാലറി ഉണ്ട്, ആളുകൾ റെക്കഗ്നൈസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതേ രീതിയിൽ പെൺകുട്ടികൾ ചെയ്താൽ അവർക്കൊരു സാലറിയോ ഒരു റെമ്യൂണറേഷനോ ഒന്നും ഇല്ലാതെ അവർ കഷ്ടപ്പെടുകയാണ് എന്നാണ് പറയുന്നത്. Such a concept of child labor is clearly inadequate for understanding the real nature and extent of children's work. അപ്പോൾ ഒരേ കുട്ടികൾ തന്നെ രണ്ട് വിഭാഗത്തിലായിട്ടാണ് സൊസൈറ്റി അവരെ കാണുന്നതെന്നാണ് പറയുന്നത്. ബോയ്സ് ചെയ്യുമ്പോൾ അവർക്ക് റെക്കഗ്നീഷൻ കിട്ടുകയും ഗേൾസ് ചെയ്യുമ്പോൾ അവരൊക്കെ അത് ഇഗ്നറൻസ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. The overwhelming majority of child workers in India are cultivators and agricultural laborers. ഇനി പറയുന്നത് എന്താണ്, ഇന്ത്യയിലുള്ള ചൈൽഡ് വർക്കേഴ്സ്, അതായത് ജോലി ചെയ്യുന്ന കുട്ടികളും കൂടുതലും എന്താണ് ഒന്നുകിൽ കൃഷിക്കാരോ അല്ലെങ്കിൽ കൃഷി സംബന്ധമായിട്ട് എന്തെങ്കിലും ജോലി ചെയ്യുന്ന ആൾക്കാരോ ആയിരിക്കും. Poor children also undertake a variety of domestic chores and subsistence activities like mining, sibling, grazing, catting, collecting fuel wood and fodder as part of their daily lives, whether or not they are at school. അപ്പം അതിൽ പറയുന്നത് എന്താണ്, ഒരു വിഭാഗത്തിൽ എന്താണ് കൃഷിയെയും മറ്റ് ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ചില കുട്ടികൾക്ക് എന്താണ് അവർ ഡൊമസ്റ്റിക് ആയിട്ട് അല്ലേ, ഡൊമസ്റ്റിക് എന്ന് പറഞ്ഞാൽ വീട്ടിൽ കുറേ കാര്യങ്ങൾ അവർ ചെയ്യുകയാണ്. അത് എന്തൊക്കെയാണ്, മൈൻഡിങ് സിബ്ലിങ്സ് എന്ന് പറഞ്ഞാൽ തൻ്റെ താഴെ ഏതെങ്കിലും സഹോദരങ്ങളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ടേക്ക് കെയർ ചെയ്യുന്ന ജോലി. പിന്നെ ഗ്രേസിങ് കാറ്റിൽ അല്ലേ, അതായത് പശുക്കളെ മേയുക, ആടിനെ മേയ്ക്കുക, ഇങ്ങനെയുള്ള ജോലികളൊക്കെ. പിന്നെ കളക്ടിങ് ഫ്യൂവൽ ഫുഡ് ആൻഡ് ഫോഡർ പാർട്ട് ഓഫ് ദെയർ ഡെയിലി ലീവ്സ്. പിന്നെന്താണ് ഇന്ധനം ശേഖരിക്കുക അല്ലെങ്കിൽ വിറക് ശേഖരിക്കുക, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ എന്താണ് ഈ കുട്ടികളുടെ ജോലിയായിട്ടാണ് ഈ പെൺകുട്ടികളുടെ, എസ്പെഷ്യലി പെൺകുട്ടികളാണ് ഇത്തരം ജോലികൾ ചെയ്യേണ്ടി വരുന്നതെന്നാണ് പറയുന്നത്. വെദർ ഓർ നോട്ട് ദേ ആർ അറ്റ് സ്കൂൾ, അവർ സ്കൂളിൽ പോയാലും ഇല്ലെങ്കിലും അവർ ഇതൊക്കെ ചെയ്യാൻ നിർബന്ധിതരാകുന്നു എന്നാണ് പറയുന്നത്. However, the documentation on child labor in India has a strong focus on the dehumanizing conditions of children laboring in hazardous industries. പിന്നെ പറയുന്നത് എന്താണ്, the documentation on child labor in India has a strong focus on the dehumanizing conditions of children laboring in hazardous industries.
അതായത് നമ്മുടെ രാജ്യത്ത് തന്നെ എന്താണ് ഒരുപാട് നിയമങ്ങളുണ്ട് അല്ലെ. അതായത് ചൈൽഡ് ലേബർ എന്താ പറയുക എതിർക്കുന്ന കുറെ നിയമങ്ങളൊക്കെ ഉണ്ട്. അതായത് പക്ഷെ അതും എന്താണ് അതൊന്നും ആരും ഒരുപക്ഷെ എന്താണ് ഒരു കാലത്ത് അതൊന്നും ആരും മൈൻഡ് ചെയ്യാതെ പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഉണ്ടായിട്ടുള്ളത്. സച്ച് ആസ് ദ മാച്ച് ഓഫ് ദ ഫയർ വർക്ക്സ് ഫാക്ടേഴ്സ് ഓഫ് ശിവകാശി or the glasswork of Firozabad, the self-employed and street children of Delhi, Bombay, Bangalore and other big cities have also been object of many studies. അതായത് പഠനങ്ങൾ പറയുന്നത് എന്താണ്, ശിവകാശി നമ്മുടെ തൊട്ടടുത്തുള്ള അയൽ സംസ്ഥാനമായിട്ടുള്ള ശിവകാശിയിലെ അവിടൊക്കെ പടക്ക നിർമ്മാണശാലകളിലൊക്കെ എന്താണ് കൂടുതലും എന്താണ് ഈ സ്ട്രീറ്റ് ബോയ്സ്, സ്ട്രീറ്റ് ചിൽഡ്രൻസ്, തെരുവിലുള്ള കുട്ടികളാണ് എന്തായത് കൂടുതലായിട്ട് ജോലി ചെയ്യുന്നത്. പക്ഷെ അതൊന്നും ആരും എന്ത് ചെയ്യുന്നില്ല, ഒരു നിയമവും അതിനെന്ത് ചെയ്യുന്നില്ല, എതിർക്കുന്നില്ല എന്നാണ് പറയുന്നത്. Yet these children represents only the most striking and visible aspect of denial of a child's right to healthy childhood. അവരുടെ എന്താ പറയാ, ഇത് നമ്മൾ നിഷേധിക്കുകയാണ് അവരുടെ ചൈൽഡ്ഹുഡ്, അവർ ആസ്വദിക്കേണ്ട അവരുടെ കുട്ടിക്കാലം ഇതുവഴി എന്താണ് അവിടെ ഇല്ലാതായി പോവാണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. The invisibility of rural child workers reflect on urban bias and Indian administration, research and the media and the pervasiveness of the seductive idea that rural life is somewhat idyllic. The basic is not peculiar to middle class. അതായത് ഇതിൽ പറയുന്നത് എന്താണ്, ദ ഇൻവിസിബിലിറ്റി ഓഫ് റൂറൽ ചൈൽഡ് വർക്കേഴ്സ് റിഫ്ലക്ട് ഓൺ അർബൻ ബിയാസ് ഓൺ ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻസ്. അതായത് ഈ ഒരു ചൈൽഡ് ലേബർ എന്ന് പറയുന്നത് ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷന്റെ ഒരു ബിയാസ് ആണ്, അതായത് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഇതൊന്നും ആരും എന്ത് ചെയ്യുന്നില്ല, ഒരു നിയമപരമായിട്ട് ആരും ഇതിനെ കാണുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പം ആ ഫസ്റ്റ് സെഷനിൽ പറയുന്നത് ചൈൽഡ് ലേബറിനെ പറ്റിയിട്ടാണ്, എസ്പെഷ്യലി ഗേൾസ്. അതായത് കുട്ടികൾക്ക് അവരുടെ ചൈൽഡ്ഹുഡ് എൻജോയ് ചെയ്യേണ്ട സമയത്ത് പല കുട്ടികളും വീട്ടിലെ ജോലികളും അല്ലെങ്കിൽ മറ്റ് ഫാക്ടറികളിലൊക്കെ ജോലി ചെയ്യേണ്ടതായി വരുന്ന ഒരു അവസ്ഥയാണ് ഇതിൽ കൂടെ പറയുന്നത്. ഇനി സെക്ഷൻ 2 വന്ന മാർക്കറ്റിംഗ് ഓഫ് കോക്കനട്ട് പ്രോഡക്ട്സ്. കോക്കനട്ട് പ്രോഡക്ട്സിന്റെ ഇമ്പോർട്ടൻസും അതിന്റെ മാർക്കറ്റിംഗ് പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പൊ നമുക്കത് നോക്കിയിട്ട് വരാം. Copra is primarily used for extracting oil. The country products about 4.5 lakh tons of coconut oil, equivalent of about 6.9 lakh tons of milling copra. Tamil Nadu and Kerala account of 90% of oil production. The usage of coconut oil as cooking medium is confined to Kerala. അതായത് നമ്മുടെ രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ കൊപ്രയുടെ കണക്കുകളാണ് ആദ്യം പറയുന്നത്. അതായത് ഈ നമ്മുടെ ഓയില് നമ്മുടെ കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്നത് എക്സ്ട്രാക്ട് ഓയിൽ എന്ന് പറയുന്നത് ഏതെന്തെങ്കിലും ഉള്ളിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഓയിൽസിനാണ് നമ്മൾ എക്സ്ട്രാക്ട് ഓയിൽ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരു കണക്ക് എന്ന് പറയുന്നത് എന്താണ്, ഒരു ദിവസം അല്ലെങ്കിൽ ഇതിന്റെ ഒരു കണക്ക് എന്ന് പറയുന്നത് ഒരു 6.9 lakh ടോൺസ് ഓഫ് മില്ലിംഗ് കോപ്ര നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അത് തമിഴ്നാടു, കേരള ഒക്കെയാണ് കൂടുതലായിട്ടും എന്താണ് ഓയിൽ പ്രൊഡക്ഷൻ ചെയ്യുന്നത്, എസ്പെഷ്യലി കോക്കനട്ട് ഓയിൽസ്. ദ യൂസേജ് ഓഫ് കോക്കനട്ട് ഓയിൽ ആസ് എ കുക്കിംഗ് മീഡിയം ഇസ് കൺഫൈൻഡ് ടു കേരള. അതായത് നമ്മുടെ കേരളത്തിലെ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഓയിലും എന്താണ് കോക്കനട്ട് ഓയിലാണ്. പാം ഓയിൽ ആൻഡ് പാം കെർണൽ ഓയിൽ, ദർ ആർ 2 primary substitute of coconut oil. പിന്നെ പാം ഓയിൽ, പിന്നെ അതർ സൺഫ്ലവർ ഓയിൽസ് ഒക്കെ എന്താണ് ഇപ്പോൾ എന്താണ് ഈ കോക്കനട്ട് ഓയിലിന് പകരമായിട്ട് നമ്മൾ കുക്കിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. The former competes with coconut oil in the edible oil segment and the later in the non-edible oil segment for the consumption base. അതായത് പണ്ട് ഈ എഡിബിൾ ഓയിൽ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻസ് അല്ലാത്തൊരു രീതിയിലായിരുന്നു എന്താണ് ഈ നമ്മുടെ ഈ പാം ഓയിലും ഈ ഇതൊക്കെ എന്താ പറയാ വന്നിരുന്നു. പക്ഷെ ഇപ്പൊ ആളുകൾ എന്താണ്ട് ഈ എഡിബിൾ ഓയിൽ എന്ന് പറയുന്നത് യൂസേജ് ഉള്ള ഓയിലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ കോക്കനട്ട് ഓയിൽ മാറിയിട്ടുണ്ട്. പാം ഓയിൽ പ്രൈസസ് ആർ ഗ്ലോബലി ചീപ്പർ ദാൻ അതർ മേജർ എഡിബിൾ ഓയിൽസ്. അതായത് പാം ഓയിൽ എന്ന് പറയുന്നത് എന്താണ്, വേറെ ഏത് കുക്കിംഗ് ഓയിലിനേക്കാളും വളരെ ചീപ്പാണ്, വിലക്കുറവാണ് എന്ത് പാം ഓയിൽസിനുള്ളത്. പാം ഓയിൽ ഡോമിനേറ്റ്സ് ദ ഇന്ത്യൻ ഇമ്പോർട്ട് സീൻ.
A major reason of argument in marketing of various coconut products besides coconut oil is perhaps because demand of coconut oil has turned sluggish. അതായത് ആളുകൾ എന്തുകൊണ്ടാണ് ഈ പാം ഓയിലൊക്കെ കൂടുതലായിട്ട് ഡിമാൻഡ് ചെയ്യുന്നത്? അതായത് കുറച്ച് കാലങ്ങൾക്ക് ഇങ്ങോട്ട് കുറച്ച് കാലത്തിന്റെ കണക്കെടുത്ത് നോക്കുമ്പോൾ എന്താണ്, കോക്കനട്ട് ഓയിൽ എന്താണ്, ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഇറ്റ് സീംസ് നെസസറി ടു ആർഗ്യുമെന്റ് diversify the production of coconut based commodities such as packaged coconut water, coconut cream, etc. പിന്നെ ഇവർ എന്താണ്, കോക്കനട്ടിന്റെ പ്രൊഡക്റ്റിന് ഉണ്ടാകുന്ന ഒരു ഡിമാൻഡ് എന്താണ് ഇന്നത്തെ കാലത്ത് കൂടി വരികയാണ്. അപ്പൊ അതിന് തന്നെ അവരെന്ത് ചെയ്യുന്നുണ്ട്, കോക്കനട്ട് വാട്ടർ പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ കോക്കനട്ട് ക്രീം ഒക്കെ അവരുണ്ടാക്കുന്നുണ്ട്. However, the competition in this area is not easy. Coconut water in 200 ml sachet cost ₹13, which is much more than bottled soft drinks. പിന്നെ എന്താ പറയുന്നത്, ഈ കോക്കനട്ട് വാട്ടർ അല്ലെ, കോക്കനട്ട് വാട്ടർ അതിന്റെ ഒരു 200 ml ബോട്ടിലിന് എത്ര രൂപയ്ക്ക് അവർ വിൽക്കുന്നത്? 13 രൂപയ്ക്കാണ് അവരെന്ത് ചെയ്യുന്നത്, സെല്ല് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതും ഇന്നൊരു ഹൈലി ഡിമാൻഡ് ചെയ്തിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആണ്. പിന്നെ it is also more costly than other natural drink, namely milk, which is sold at about 14 per liter. പിന്നെ പറയുന്നത് എന്താണ്, വേറെ ഏത് ഡ്രിങ്ക്സിനേക്കാളും വില കൂടുതലാണ് ഈ കോക്കനട്ട് വാട്ടറിനുള്ളത്. അതായത് ഈ ഒരു ആർട്ടിക്കിൾ എഴുതുന്ന സമയത്ത് 14 രൂപയ്ക്ക് ഒരു ലിറ്റർ പാല് കിട്ടും. പക്ഷെ 200 മില്ലി അല്ലെങ്കിൽ 200 മില്ലി ലിറ്റർ കോക്കനട്ട് വാട്ടറിന് 13 രൂപ കൊടുക്കണം. അത്രയും എക്സ്പെൻസീവ് ആണ് കോക്കനട്ടും അതേമാതിരി കോക്കനട്ട്സിന്റെ പ്രോഡക്ട്സും എന്നാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. ഇത് അത്ര നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ആദ്യത്തെ ഭാഗം ചൈൽഡ് ലേബറിനതും പിന്നെ ഉള്ളത് കോക്കനട്ടിന്റെ കൊപ്രയുടെയും അതിന്റെ ഒരു ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. പിന്നെ നമ്മൾ ആദ്യം പഠിച്ച രവീന്ദ്രനാഥ ടാഗോറിനെ അത് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് 10 and 11 ചാപ്റ്റേഴ്സ് ആണ്. അപ്പം മനസ്സിലായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.